കേരളത്തെ വീണ്ടും കടത്തിൻ്റെ പരിധി വെട്ടിക്കുറച്ച് പ്രതിസന്ധിയിലാക്കുന്നു കേന്ദ്രം എന്നാണ് സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത്. സാധാരണ കടമെടുക്കാവുന്നത് എത്രയാണ് എന്ന് നിശ്ചയിച്ച് സാധാരണ കടമെടുക്കാവുന്നത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് GSDPയുടെ 3%. GSDP എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനം. ആ ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 3% ഒരു വർഷം കടമെടുക്കാവുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വർഷത്തെ ആഭ്യന്തര മൊത്ത വരുമാനം എത്രയാണ്? 11,3194.01 crore. ഒന്നോടെ ഞാൻ ആവർത്തിക്കാം. 11,3194.01 കോടി ആണ് 11 ലക്ഷം കോടിയിലധികം എന്ന് നമുക്ക് പറയാം. കോടിയാണ് നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനം. അപ്പോൾ സാധാരണ രീതിയിൽ FRBM ആക്ട് അനുസരിച്ച് അതിൻ്റെ 3% കടമെടുക്കാവുന്നത്. അതിൻ്റെ 3% എന്ന് പറഞ്ഞാൽ 33,690 കോടി 99 അല്ലെങ്കിൽ 33,600 കോടിയിലധികം എന്ന് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് പ്രതീക്ഷിച്ചത്, അതായത് മാധ്യമങ്ങളിലൊക്കെ കണ്ട കാര്യമാണ്, സംസ്ഥാന ഗവൺമെൻറ് പ്രതീക്ഷിച്ചത് 45,689.61 കോടിയാണത്രേ കടമെടുക്കാമെന്ന് പ്രതീക്ഷിച്ചത്. എന്ന് വെച്ചാൽ 4% കടമെടുക്കാമെന്നാണ് സംസ്ഥാന ഗവൺമെൻറ് വ്യാമോഹിച്ചത്. അതെങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് അങ്ങനെ വ്യാമോഹിക്കാൻ കഴിയുക? ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് അനുശാസിക്കുന്നത് എന്താണ് എന്ന് നമ്മുടെ ഗവൺമെൻറ്റിന് കൃത്യമായിട്ടറിയാം. ധനമന്ത്രിക്കും ധനവകുപ്പിനുമൊക്കെ കൃത്യമായിട്ടറിയാം 3% എന്നുള്ളത്. ഒരുപക്ഷെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം 3%-ൽ അധികമെന്ന്. അത് തന്നെയുമല്ല, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരുന്നു ഇലക്ട്രിസിറ്റി മേഖലയിൽ പരിഷ്കരണങ്ങൾ വരുത്തിയാൽ ഈ അടുത്ത 5 അതായത് പരിഷ്കരണങ്ങൾ വരുത്തുന്ന പക്ഷം അതിനുവേണ്ടി ഒരു 4,600 കോടി 5,000 കോടി എന്ന് വെച്ചോളൂ, 5,000 കോടിക്കടുത്ത് എമൗണ്ട് കടമെടുക്കാൻ സമ്മതിക്കാമെന്ന്. അതാണെങ്കിൽ അതായത് 3.5% എന്ന് വേണമെങ്കിൽ പറയാം. 3.5% കൂടി അഡീഷണലായിട്ട് കടമെടുക്കുക ഇലക്ട്രിസിറ്റി മേഖലയിലെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി, അങ്ങനെയുള്ളൊരു സാധ്യത. അപ്പം അങ്ങനെ പറഞ്ഞാൽ പോലും ഈ പറയുന്ന എമൗണ്ട്, ഈ 45,689 കോടി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് എവിടെ നിന്നോ കണക്ക് കൂട്ടിയെടുത്ത തുകയാണ്. കേന്ദ്രം അത് അംഗീകരിച്ചിട്ടുള്ള തുകയല്ല. സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായിട്ട് കണക്ക് കൂട്ടി കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ അത് 3% ആയിരിക്കണം. അത് 33,690 കോടി അതിൻ്റെ ചുറ്റുവട്ടത്തിലായിരിക്കണം താനും. അപ്പോൾ അങ്ങനെ 3% കടം എടുക്കാം. അതെങ്ങനെയാണ് എടുക്കേണ്ടത്? അതിൻ്റെ ഒരു പ്ലേസിംഗ് ഉണ്ട്. ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യമായിട്ടാണ് ആ കടം എടുക്കുന്നത്, അതൊക്കെ FRBM ആക്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 പാദം എന്ന് വെച്ചാൽ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടം, അതാണ് ആദ്യത്തെ 3 പാദം എന്ന് പറയുന്നത്. ആ പാദത്തിലെ 2023-24 ആദ്യ 3 പാദം എന്ന് പറയുന്നത് 2023 ഏപ്രിൽ 1 മുതൽ 2023 ഡിസംബർ 31 വരെയുള്ള കാലമാണ്. ആ കാലത്ത് കടമെടുക്കാവുന്നത് എത്ര എന്ന് പ്രത്യേകമായിട്ട് അനുശാസിക്കും. അതിനുശേഷം ജനുവരി മുതൽ മാർച്ച് വരെ, അതായത് 2024 ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ എത്ര കടമെടുക്കാം എന്നുള്ളതും അനുശാസിക്കും. സാധാരണ അങ്ങനെയാണ് പതിവ്. അപ്പം ഈ വർഷം 23,852 കോടിയാണ് ആദ്യ 3 പാദങ്ങളിൽ കടമെടുക്കാം എന്ന് പറഞ്ഞത്. എൻ്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകും, കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും സംസ്ഥാന ഗവൺമെൻറ് കടം എടുത്തിരുന്നു. അതായത് അങ്ങനെ ചെലവഴിച്ചത് 14 കോടിയിലധികമാണ്. ഈ 14 കോടിയിലധികം കടം കൂടാതെ തന്നെ നമ്മുടെ സഞ്ചിത കടം എന്ന് പറഞ്ഞാൽ 1956 സംസ്ഥാനം ഫോം ചെയ്ത വർഷം മുതൽ എടുത്ത കടത്തിൻ്റെ മിച്ചം വരുന്നത് കൂട്ടിച്ചേർക്കപ്പെടുന്ന കടം, അത് 2024 ആകുമ്പോഴേക്കും എത്രയാകാം, ഏത് വർഷം, അതായത് സഞ്ചിത കടം ഏത് കാലഘട്ടത്തിലും GSDPയുടെ 29%-ൽ താഴെ നിൽക്കണമെന്ന് നിബന്ധനയുണ്ട്.
29% താഴെ നിൽക്കണമെന്ന്. അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 29% മുകളിൽ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് സഞ്ചിത കടം. അപ്പോൾ കേരളത്തിൻ്റെ സഞ്ചിത കടത്തിൻ്റെ അവസ്ഥ എന്താണ്? കേരളത്തിൻ്റെ സഞ്ചിത കടം 2019-20 മുതൽ, അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരുന്നതിന് മുൻപ് മുതലേ തന്നെ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 3ാമത്തെ വർഷം മുതൽ തന്നെ അത് 30%, 35% മുകളിൽ പോയിരുന്നു. തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും 35, 36, 38, 39 ഈ തരത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. 29% നിജപ്പെടുത്തണമെന്ന് അനുശാസിക്കുന്ന കടമാണ് സഞ്ചിത കടം. അതാണ് 35%-ൻ്റെയും മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലവട്ടം അവരുടെ, അതായത് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയെ പറ്റിയുള്ള റിപ്പോർട്ടുകളിൽ ഇത് ചൂണ്ടിക്കാണിച്ച എല്ലാ വേളകളിലും 2ാമത്തെയോ 3ാമത്തെയോ സ്ഥാനത്താണ് കേരളം വരുന്നത്. അതായത് കടമെടുപ്പിൻ്റെ വളരെ ഉയർന്ന പരിധി വിട്ട് കടമെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ 2ാമതോ 3ാമതോ ഒക്കെയാണ് കേരളം വരാറുള്ളത്. അപ്പോൾ അങ്ങനെ ഈ തൊട്ട് മുൻപത്തെ റിപ്പോർട്ടിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരളം 3ാമത്തെ സ്ഥാനത്താണ്. പഞ്ചാബ്, രാജസ്ഥാൻ, കേരളം ഈ 3 സംസ്ഥാനങ്ങളാണ് എടുക്കാവുന്ന പരിധിയിൽ നിന്ന് വളരെ ഉയർന്നു നിൽക്കുന്നത്. പ്രത്യേകിച്ച് റിസർവ് ബാങ്ക് കാണിച്ചു ഈ പ്രാവശ്യത്തെ സഞ്ചിത കടത്തിൻ്റെ ലെവല് 36.05% ഓഫ് GSDPയിലാണ് എത്തി നിൽക്കുന്നത്. അത് ഇപ്പോൾ ബജറ്റിൽ കാണിച്ചിരിക്കുന്ന കടമാണ്. വർഷാവസാനമാകുമ്പോഴേക്കും ഒരുപക്ഷെ കടം അതിനേക്കാളൊക്കെ വളരെ ഉയർന്നു പോവുകയും ചെയ്യാം. അങ്ങനെ കേരളം കടക്കണിയിലേക്ക് ദ്രുതഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആകണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം നിർമ്മല സീതാരാമൻ പറഞ്ഞു കിഫ്ബി വഴി. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇങ്ങനെ 36.05% കടത്തിൽ നിൽക്കുമ്പോഴാണ് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്തിരിക്കുന്ന കടം ഇതിൻ്റെ എല്ലാം ഉപരിയായിട്ടുള്ളത്. അപ്പോഴാണ് നമുക്കറിയാം ഇവിടെ കേരളത്തിൽ KTDFCയുടെ കടത്തിൻ്റെ കാര്യമൊക്കെ വന്നപ്പോൾ, അതായത് അതിലെ നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവർ കോടതിയിൽ പോയപ്പോൾ ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതി വിളിച്ചു വരുത്തുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിത്യനിദാന ചെലവുകൾക്ക് പോലും പണമില്ലാത്ത രീതിയിൽ കേരളം ധനപ്രതിസന്ധിയിലാണെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ചോദിച്ച ചോദ്യം, അപ്പോൾ ഒരു ഫിനാൻഷ്യൽ എമർജൻസിയുടെ അവസ്ഥയിലാണോ കേരളം എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ചീഫ് സെക്രട്ടറി അതിന് ഉത്തരം സീരിയസ് ആയിട്ട് കൊടുത്തില്ല. പക്ഷേ ഉത്തരം കൊടുക്കാമെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പോവുകയുണ്ടായത്. അപ്പോൾ അത്ര ഗൗരവം ഫിനാൻഷ്യൽ എമർജൻസി, അതായത് നമ്മളൊരു കടക്കണിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർമ്മല സീതാരാമൻ നമ്മുടെ കേന്ദ്ര ധനമന്ത്രി എന്ത് ചെയ്തു? കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടത്തിനെ നമ്മുടെ ഈ പൊതു കടത്തിനകത്ത്, അതായത് ബജറ്റിനകത്തെ കടത്തിനകത്തേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഒരു ഭാഗം ഈ വർഷത്തെ കടത്തിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. ആ ഒരു ഭാഗമാണ് ഇപ്പോൾ കടുംവെട്ടായി വെട്ടിമാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആരെയാ കുറ്റം പറയുക? കേന്ദ്രം സംസ്ഥാനത്തെ അവഗണിച്ചു എന്നാണോ? കേന്ദ്രം സംസ്ഥാനത്തെ സംരക്ഷിച്ച് നിർത്തുന്നു, അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കുന്നു? ഒരമ്മ എടുക്കേണ്ട മുൻകരുതലാണ് നിർമ്മല സീതാരാമൻ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ 36.05%-നും മുകളിലാകും മറ്റേ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡും കൂടി വഴിയെടുത്ത കടം കൂട്ടിച്ചേർത്താൽ. അങ്ങനെ വന്നാൽ അത് കേരളത്തെ മറ്റെല്ലാ സംസ്ഥാനത്തേക്കാളും കടമുള്ള ഏറ്റവും 1ാം നമ്പർ കടമായ സംസ്ഥാനമാക്കി മാറ്റും. അത് ഒരു പക്ഷേ നമ്മളെ ഫിനാൻഷ്യൽ എമർജൻസിയിലേക്കും കൊണ്ടുപോയി എന്ന് വരാം. കടക്കെണിയിലേക്ക് പോകുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ് ബെയിൽ ഔട്ട് ചെയ്യേണ്ട ഒരു ദുർഗതി വന്നേക്കാം. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നിർമ്മല സീതാരാമൻ നമ്മുടെ കേന്ദ്ര ധനമന്ത്രി ഇങ്ങനെയൊരു കടുംവെട്ട് വെട്ടിയത്. പക്ഷേ ആ കടുംവെട്ട് വെട്ടിയത് കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ 3 മാസം കൊണ്ട്. അത് നിർമ്മല സീതാരാമൻ കടുംവെട്ട് വെട്ടി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവർ ചെയ്തത് അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ധർമ്മമാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാത്തതും
അവരുടെ അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധർമ്മം ചെയ്യുന്നതിൽ തോറ്റുപോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇങ്ങനെ 30,000 കോടിയെങ്കിലും അത്യാവശ്യമാണ് ഈ 3 മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ. അതായത് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ പദ്ധതി ചെലവ് 18% നിൽക്കുകയാണ്. സംസ്ഥാന പദ്ധതി ചെലവും അതുപോലെ തന്നെ താഴ്ന്നു നിൽക്കുകയാണ്. അപ്പോൾ ഈ പറയപ്പെട്ട നമുക്കറിയാമല്ലോ, പല സ്ഥലത്തും എന്താണ് പറയുക, അതായത് പിന്നെ ഹൗസിങ്ങിൻ്റെ പദ്ധതികൾ, ലൈഫ് മിഷൻ പദ്ധതി ഇന്ന് തന്നെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പിന്നെ ഏതാനും വർഷം മുൻപ് ശ്രീ പിണറായി വിജയൻ തന്നെ കല്ലിട്ട ആലപ്പുഴയിലെ ഒരു ഹൗസിംഗ് സ്കീം, അതുപോലെ കാട് മൂടി അവിടെ കൊണ്ടിട്ട കമ്പിയെല്ലാം ദ്രവിച്ച് അവിടെ കൊണ്ടിട്ട മറ്റ് സാധനങ്ങൾ മറ്റുള്ളവർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാവുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും അവിടെയെല്ലാം ഭരണമില്ലാത്തതിൻ്റെ നഷ്ടങ്ങളും കഷ്ടങ്ങളും കാണാനൊക്കും. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ എത്തിച്ചത് സത്യം പറഞ്ഞാൽ ഈ പറയപ്പെട്ട എന്താ പറയുക, ഭരണത്തിൻ്റെ അഭാവം, ഭരണചക്രം തിരിക്കേണ്ടവർ ആ സ്ഥലം വിട്ട് ഇതുപോലെ കറങ്ങി കേരളീയം എന്നും നവകേരള സദസ്സെന്നും പറഞ്ഞൊക്കെ നടന്നു. അതിൻ്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഇനി അതിൻ്റെ കണക്കുകൂട്ടലുകൾ ഇങ്ങനെ ഒരു ദേശത്തെ മുഴുവനും പരിത്യജിച്ചിട്ട് താൻ ഭരിക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന ജനത്തെ പരിത്യജിച്ചിട്ടാണ് ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരും നടക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കേരളത്തെ ഇങ്ങനെയൊരു ധനസ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചത്. അങ്ങനെ എത്തിച്ചതിന് ശേഷം ഇപ്പം നമുക്ക് അത്യാവശ്യം എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ഇതിനിടയ്ക്കും 3.72 ലക്ഷം രൂപ ചെലവഴിച്ച് ചാണകക്കുഴി മുഖ്യമന്ത്രിക്ക് നിർമ്മിക്കുന്നു. നല്ല കാര്യം. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് ഈ നവകേരള സദസ്സിനും അതുപോലെ തന്നെ മറ്റ് ഒക്കെ വേണ്ടി കേരളീയത്തിനും ഒക്കെ ചെലവഴിച്ചതിൻ്റെ കൂടെയാണ് ഇതുപോലെയുള്ള അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ കഴിഞ്ഞ ദിവസം ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം കാണാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 26 ക്യാബിനറ്റ് റാങ്കുകാരുണ്ട്, 21 മന്ത്രിമാർ, അതുകൂടാതെ മറ്റ് ക്യാബിനറ്റ് റാങ്കിൽപ്പെട്ടവർ. ഇവർക്കെല്ലാം കൂടിയുള്ള പേഴ്സണൽ സ്റ്റാഫ് എത്രയാണെന്നല്ലേ? 614 പേഴ്സണൽ സ്റ്റാഫ്. ഈ 614 പേഴ്സണൽ സ്റ്റാഫും 2 വർഷം കഴിഞ്ഞ് ഈ ഗവൺമെൻറ് കഴിയുമ്പോഴേക്കും അവർക്കൊക്കെ അതിലെ ഇപ്പോൾ പുതുതായിട്ട് വന്ന മന്ത്രിമാർക്ക് മാത്രമല്ല എല്ലാവരുടെയും ഈ 36 പേരുടെയും ഈ 26 പേരുടെയും പേഴ്സണൽ സ്റ്റാഫിനെ ഇപ്പോൾ ഈ സമയത്ത് മാറ്റി പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടാവും. എന്തിനാണെന്നല്ലേ? 2 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അവരൊക്കെ പെൻഷന് അർഹതയുള്ളവരായിത്തീരും. അപ്പോൾ അങ്ങനെ 614 പേഴ്സണൽ സ്റ്റാഫ്, ഈ 614 പേഴ്സണൽ സ്റ്റാഫിൽ എത്ര പേരെയാണോ അതായത് രാഷ്ട്രീയക്കാരിൽ നിന്ന് എടുത്തിരിക്കുന്നത്, അതായത് ഡെപ്യൂട്ടേഷനിലല്ലാതെ നേരിട്ട് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണോ അവർക്കൊക്കെ ഇനിയും 2 വർഷം കഴിയുമ്പോഴത്തേക്കും അവർക്കും പെൻഷനാകും. എന്ന് മാത്രമല്ല, ഇപ്പോൾ പിരിച്ചു വിട്ടവർക്ക്, അതായത് പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഇപ്പോൾ പിരിഞ്ഞു പോയവർക്കെല്ലാം ഇനിയുള്ള മാസങ്ങളിലൊക്കെ അവർക്ക് പെൻഷൻ കൊടുക്കണം. അതോടൊപ്പം തന്നെ പുതുതായിട്ട് എടുത്തവർക്ക് ശമ്പളം കൊടുക്കണം. പുതുതായിട്ട് എടുത്തവരും 2 വർഷം പൂർത്തിയായി പിരിഞ്ഞു പോകുമ്പോഴത്തേക്കും അവർക്കും പെൻഷൻ കൊടുക്കണം. അങ്ങനെയുള്ള വലിയ ബാധ്യതകൾ സർക്കാർ ജനങ്ങളുടെ മേൽ കെട്ടിവെച്ചുകൊണ്ടാണ് ഈ ഭരണം, അതായത് അതിപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഈ കാര്യത്തിലൊക്കെ വലിയ മാറ്റമൊന്നുമില്ല. ചിലപ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണത്തിൽ അതായത് കുറച്ചുകൂടി ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ജനസേവകരായിട്ടുള്ള നല്ല ആൾക്കാരാണ് ഈ പറയപ്പെട്ട ക്യാബിനറ്റ് റാങ്കിൽ എത്തിയിരിക്കുന്നതെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണത്തിൽ കുറച്ച് കുറവ് കാണിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതായത് ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയേതര വരുമാനമാണ് ഖജനാവിലെത്തുന്ന പണം. അതിൽ നിന്ന് കൈയിട്ട് വാരി ആർക്കും എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ദൂർത്ത് നടത്താം എന്നാഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്, അതായത് ധനപ്രതിസന്ധിയാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നോ ഇന്നലെയോ കോടതി ഇടപെട്ട് പറഞ്ഞിരിക്കുന്നു, KSRTCയുടെ ശമ്പളം 10-ാം തീയതിക്ക് മുമ്പ് കൊടുക്കണമെന്നാണ് നേരത്തെ നിലവിൽ നിന്ന വിധി. ഇപ്പോഴത് മാറ്റിയിരിക്കുന്നു.
10-ാം തീയതിക്ക് മുൻപ് ഒരു ഗഡു, 20-ാം തീയതിക്ക് മുമ്പ് അടുത്ത ഗഡു, അങ്ങനെ കൊടുക്കണമെന്ന്. അപ്പം ആ ധനപ്രതിസന്ധിയുടെ രൂക്ഷത അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി 2 ഗഡുവായിട്ട് ആ ശമ്പളം കൊടുക്കാനായിട്ട് സമ്മതിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ അതായത് കർഷകർക്ക് നെല്ലിന് വില കൊടുക്കുന്നില്ല. നമുക്കറിയാം, തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ സർക്കാർ മുഖാന്തരമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്, അതായത് ശരിക്കും പറഞ്ഞാൽ പാഡി റെസീറ്റ് ഷീറ്റ് എന്ന് പറയുന്ന വായ്പ എടുക്കാനുള്ള റെസീറ്റാണ്. നെല്ലളന്ന് കൊടുക്കുന്നവന് നെല്ലിൻ്റെ വില കൊടുക്കുന്നതിന് പകരം ഒരു 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 റെസീറ്റാണ് കൊടുക്കുന്നത്. ഈ റെസീറ്റ് കൊണ്ടുപോയി ബാങ്കിൽ നിന്ന് നീ വായ്പ എടുത്തുകൊള്ളൂ. ആ റെസീറ്റിനെയാണ് പാഡി റെസീറ്റ് ഷീറ്റ് എന്ന് PRS എന്ന് പറയുന്നത്. ശരിക്ക് ആ പാഡി റെസീറ്റ് ഷീറ്റ് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കുരുക്ക് അഥവാ ഒരു കയറ് അവന് കൊടുക്കുന്നതിന് തുല്യമാണ്. കഷ്ടപ്പെട്ട് നെല്ലുൽപ്പാദിപ്പിച്ച് അത് അളന്നു കൊടുക്കുന്നവനാണ് ഈ പാഡി റെസീറ്റ് ഷീറ്റ് കൊടുക്കുക. അപ്പോൾ ഓർമ്മിക്കണം, നമ്മുടെ ഒരു ബഹുമാന്യനായ മന്ത്രി പറഞ്ഞു, ഇവിടെ നെല്ല് കൃഷി ചെയ്തില്ലെങ്കിൽ എന്താ, നമുക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മേടിച്ചുകൂടെ എന്ന്. ഇതുപോലെയുള്ളവരും നമ്മുടെ മന്ത്രിസഭയിലുണ്ട് എന്നതുകൂടി ഓർക്കുമ്പോൾ നാം തീർച്ചയായിട്ടും പുളകിതഗാത്രരായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ ഓർക്കേണ്ടത് അങ്ങനെ. അതുപോലെ ഇന്ന് ഒരു വാഴ കർഷകൻ വയനാട്ടിൽ ആത്മഹത്യ ചെയ്തതായിട്ട്. വാഴ കർഷകന് ഒരു തരത്തിലുള്ള പരിരക്ഷയുമില്ല. പക്ഷേ വേണമെങ്കിൽ ഈ വാഴ കർഷകർക്കും എല്ലാത്തരം കർഷകർക്കും ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാവുന്നതാണ്. ആ ഇൻഷുറൻസ് പരിരക്ഷ കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടും കേരള സംസ്ഥാനം ഇതുവരെ ഏറ്റെടുത്ത് നടത്തിയിട്ടില്ല എന്നുള്ള വലിയ ഒരു തെറ്റ് കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇനി അതുപോലെ നമ്മൾ റബ്ബർ കർഷകരുടെ കാര്യം ഓർത്ത് നോക്കിക്കോളൂ. ബിഷപ്പ് പാംപ്ലാനി എപ്പോഴും റബ്ബർ കർഷകരെ ഓർത്ത് പരിതപിക്കാറുണ്ട്. അത് എന്താണ്, അദ്ദേഹം വെറുതെയല്ല പരിതപിക്കുന്നത്. എന്താണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ LDF വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ തറവില, റബ്ബറിൻ്റെ തറവില 250 രൂപയായി നിശ്ചയിക്കുമെന്നാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 170 രൂപയിൽ താഴേക്ക് പോകുന്നുവെങ്കിൽ, അതായത് ഇപ്പോൾ 150 രൂപയാണ് വിപണി വില എന്ന് വെച്ചോളൂ, 150-നും 170-നും ഇടയ്ക്കുള്ള 20 രൂപ, ആ വ്യത്യാസം സർക്കാർ കർഷകന് കൊടുക്കും എന്നാണ് റബ്ബർ കർഷകരോട് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന നിലവിലിരിക്കുന്ന ധാരണ. ആ ധാരണ പ്രകാരം പോലുമുള്ള പണം കൊടുക്കുന്നില്ല. അതുകൊണ്ട് റബ്ബർ കർഷകർ റബ്ബറെല്ലാം വെട്ടിക്കളയുകയാണ് എന്നതും നാം ഓർക്കണം. അപ്പോൾ അതിനും അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ. കാരണം ഈ റബ്ബർ എന്ന് പറയുന്നത് ചാക്രികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കൃഷിയാണ്. അതായത് അത് ഏതാനും വർഷം വില കൂടാൻ തുടങ്ങിയാൽ കൂടി 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 വലിയ ഉയരത്തിലെത്തും. അതിനുശേഷം പതുക്കെ താഴേക്ക് വരും, താഴേക്ക് വന്ന് വളരെ താഴെ വരും. അങ്ങനെയാണ്, അതാണ് ചാക്രികത എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ താഴേക്ക് വരുന്ന ആ വരവിൽ എല്ലാവരും റബ്ബർ വെട്ടിക്കളയും. റബ്ബർ വെട്ടിക്കളഞ്ഞ് റബ്ബറിൻ്റെ ഉൽപ്പാദനം ആഗോളതലത്തിൽ കുറയുമ്പോഴാണ് വില കൂടാൻ തുടങ്ങുന്നത്. അങ്ങനെ കൂടാൻ തുടങ്ങുമ്പോഴത്തേക്കും റബ്ബർ എല്ലാവരും കൃഷി ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ചാക്രികതയൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് അതിന് പകരം അവരുടെ നഷ്ടം വരുന്ന കാലത്ത് ആ നഷ്ടം നികത്താൻ വേണ്ടി എന്ത് സങ്കര കൃഷിയാണ് സാധ്യത. അതായത് നേരത്തെ തന്നെ നമുക്കറിയാം, അതായത് നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല തന്നെ പറഞ്ഞിരുന്നു റബ്ബറിൻ്റെ ഇടവേളയായിട്ട് മരുന്ന് കൃഷി ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്താൽ അതൊരു നല്ല വരുമാന മാർഗമാകും കർഷകന്. മരുന്ന് എല്ലാ കാലത്തും ഹെർബൽ, അതായത് പച്ചില മരുന്നുകൾ അത്യാവശ്യമാണ്, പച്ചമരുന്നുകൾ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ കൃഷി, അങ്ങനെ എന്തൊക്കെ കൃഷികളാണ് സാധ്യം എന്നൊക്കെ നോക്കി അതൊക്കെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ശാക്തീകരിക്കുന്നതിന് പകരം അവരെ തള്ളിക്കളയുന്ന ആ സ്വഭാവം, 250 രൂപ തറവില പറഞ്ഞ ആ റബ്ബർ കർഷകൻ്റെ നേരെ തിരിഞ്ഞു നോക്കാതെയുള്ള ഈ നെട്ടോട്ടം, ഈ കേരളീയവും ഈ നവകേരള സദസ്സും ഗവൺമെൻറ്റിന് എവിടെയും എത്തിക്കില്ല എന്ന് ഗവൺമെൻറ് ഓർത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അത് മാത്രമാണോ, കർഷകർ വന്യമൃഗശല്യം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. കർഷകർ വന്യമൃഗശല്യം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ വന്യമൃഗങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ അവയെ കൊന്നിട്ടോ കാര്യമില്ല. അവ കൃഷിസ്ഥലത്തേക്ക് വരാതിരിക്കാനുള്ള, അതായത് ഗുണ്ടൽപട്ട്, കർണാടകത്തിൻ്റെ തീരത്തുള്ള കർണാടകം വെച്ചിരിക്കുന്ന വലിയ മതിലാണ്. ആനയ്ക്കോ അല്ലെങ്കിൽ കടുവയ്ക്കോ അല്ലെങ്കിൽ പുലിക്കോ ചാടിക്കയറാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ള മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഏതൊക്കെയാണ് സാധ്യതയുള്ള വഴികൾ എന്ന് നോക്കി കർഷകരെ വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഗവൺമെൻറ് തീർച്ചയായിട്ടും നോക്കണം. ഇതൊന്നും നോക്കാതെ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. ഓണം
ആഘോഷിക്കാൻ വേണ്ടി 10 കോടി. എന്തിനാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ സർക്കാർ നടത്തുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ ഇവിടുത്തെ വലിയ വിൽപ്പന മുതലാളിമാർക്ക് അവർക്ക് വലിയ ലാഭമാണ്, വമ്പൻ ലാഭമാണ്. എല്ലാം വിൽപ്പനയാണ് നടക്കുന്നത്. അങ്ങനെ ആ വിൽപ്പനയിലൊക്കെ വലിയ വരുമാനം ഉണ്ടാകും. അത്തരക്കാരാണ്, ആ വരുമാനത്തിൻ്റെ നേട്ടം ഉണ്ടാക്കുന്നവരാണ് ഈ സ്പോൺസർഷിപ്പുമായിട്ടൊക്കെ മുമ്പോട്ട് നടക്കുന്നത്. അപ്പം ഈ സ്പോൺസർമാരെ തേടി നടക്കുന്ന ഗവൺമെൻറ്റിന് നികുതി പിരിക്കാൻ അവകാശമില്ല. കാരണം നികുതി കൊടുക്കേണ്ടവരിൽ നിന്നാണ് സ്പോൺസർഷിപ്പ് മേടിക്കുന്നത്. അതുപോലെ തന്നെ ആ സർക്കാരിന് എവിടെയെങ്കിലും നികുതിയേതര വരുമാനം വെട്ടിച്ചു പോകുന്നോ അത് പിടിക്കാനും അവകാശമില്ല. അപ്പം ഗവൺമെൻറ് എന്ന ഒരു കടമയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കത്തക്ക രീതിയിലുള്ള കർമ്മ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, അത്തരം ഒരു സർക്കാരിനെയാണ് നാം വോട്ട് കൊടുത്ത് ഭരണത്തിൽ കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റുകയില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ 10 കോടി ചിലവാക്കി ഉത്സവം നടത്തിയത്? ഇനിയും നിങ്ങൾ ഉത്സവങ്ങൾ നടത്തും. എന്തുകൊണ്ട് ജനം ഇവിടെ പട്ടിണിയാണ്? നമുക്കറിയാം, എല്ലാ തരത്തിലും, അതായത് മെഡിക്കൽ കോളേജുകളിലോ ജനറൽ ഹോസ്പിറ്റൽസിലോ ഒന്നും മരുന്നില്ല, അവർക്ക് വേണ്ട ടൂൾസ് ഇല്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ല. അതുപോലെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ്റെ കാര്യങ്ങളിൽ വരും. സമസ്ത മേഖലകളിലും ഇപ്പോൾ മെഡിസെപ്പ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന, എല്ലാ മാസവും ശമ്പളത്തിൽ നിന്ന് പെൻഷനിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സർക്കാർ പെൻഷൻ മേടിക്കുന്നവരുണ്ട്. അവർക്ക് മെഡിസെപ്പ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ബിക്കോസ് ആശുപത്രികൾ ഗവൺമെൻറ്റിൻ്റെ പ്രതികരണം ശരിയായ രീതിയിലല്ലെന്ന് പറഞ്ഞ് ആശുപത്രികൾ മെഡിസെപ്പിൽ നിന്ന് പിന്മാറുന്നു. അതുപോലെ തന്നെയാണ് കാരുണ്യ ബെനവലൻ്റ് സ്കീമിൽ നിന്ന് പോലും ആശുപത്രികൾ പിന്മാറുന്നു. അങ്ങനെ എവിടെ നോക്കിയാലും അവിടെയെല്ലാം പണമില്ല, ധനപ്രതിസന്ധിയുടെ ആഘാതം മാത്രമാണ്. സമ്പദ്ഘടന അങ്ങനെ ആശങ്കയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് കടക്കെണിയിലേക്ക് പതിക്കുക എന്ന് നമുക്കാർക്കും നിശ്ചയിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അത്യപൂർവമായ ആശങ്കാജനകമായ സിറ്റുവേഷനിലാണ് സംസ്ഥാനം ഉള്ളത്. അപ്പോൾ കടും വെട്ടി കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെ ഒതുക്കുകയല്ല, കേന്ദ്ര ഗവൺമെൻറ് ശരിയായ രീതിയിൽ ഒരു മുൻകരുതലെടുക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് കടക്കെണിയിലേക്ക് പോകരുത്, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കട്ടെ എന്ന് വിചാരിച്ച് മുൻകരുതലെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റിയുടെ പരിഷ്കാരം, അതായത് അതിൻ്റെ സ്മാർട്ട് മീറ്റർ കൊണ്ടുവന്നാൽ വിതരണത്തിലെ നഷ്ടം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. അങ്ങനെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിനെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. 20-22% പ്രസരണ നഷ്ടമാണ് കേരളത്തിൽ ഇലക്ട്രിസിറ്റി രംഗത്തുള്ളത്. അത് ഇല്ലാതെയാക്കാനാണ് സ്മാർട്ട് മീറ്റർ കേന്ദ്രം പറഞ്ഞത്. ആ സ്മാർട്ട് മീറ്റർ കൊണ്ടുവരാൻ ഉള്ള തീരുമാനം, അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിലെ യൂണിയൻകാരാണ്. ആ യൂണിയൻകാരെ സമരസപ്പെടുത്തിക്കൊണ്ട് ആ സ്മാർട്ട് മീറ്റർ കൂടി കൊണ്ടുവന്നാൽ ഇതിനു മുൻപ് ഇരുന്ന അതായത് അതിൻ്റെ മേധാവികൾ മറ്റ് ഇലക്ട്രിസിറ്റി രംഗത്ത് ആവശ്യപ്പെട്ട മറ്റ് പരിഷ്കാരങ്ങളെല്ലാം കൊണ്ടുവന്നു. സ്മാർട്ട് മീറ്റർ കൂടി കൊണ്ടുവന്നാൽ ആ വകയിൽ നമുക്ക് കിട്ടാവുന്ന 5000 കോടി ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടത് എന്താണ്? ഇലക്ട്രിസിറ്റി ബോർഡിലെ തൊഴിലാളികൾ സ്വയം ശമ്പളവും ഒക്കെ പരിഷ്കരിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്ന തൊഴിലാളികൾ, അവരിലും ചില അച്ചടക്കങ്ങൾ വേണം. ആ അച്ചടക്കം അവരിൽ കൊണ്ടുവരാൻ പറ്റിയാൽ ഈ 5000 കോടി നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും കേന്ദ്രത്തിൽ നിന്ന്. ഇല്ലെങ്കിൽ, അതായത് സ്മാർട്ട് മീറ്ററിനെതിരാണ് അവർ പറയുന്നത്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലെ എൻജിനീയേഴ്സ് എല്ലാം ചേർന്ന് സ്വന്തമായിട്ട് സ്മാർട്ട് മീറ്റർ ഉണ്ടാക്കി കേരളത്തിൽ വെച്ചോളാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേന്ദ്രം തരാമെന്ന് പറഞ്ഞ പണം കിട്ടില്ല. കേന്ദ്രം പറയുന്ന ആ ടോട്ടക്സ് മോഡലിലുള്ള സ്മാർട്ട് മീറ്റർ കൊണ്ടുവന്നാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ഓഫർ ചെയ്തിരിക്കുന്ന ആ പൈസ കിട്ടൂ. ഇല്ലെങ്കിൽ ആ പൈസയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ട്രേഡ് യൂണിയൻ, അതായത് ഇലക്ട്രിസിറ്റി മേഖലയിലെ ട്രേഡ് യൂണിയൻ എങ്ങനെ കേരളത്തിൻ്റെ ധനപ്രതിസന്ധി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രതിസന്ധി കൂടിയായി കാണുന്നുവോ, അങ്ങനെ പരിഹാരം നിശ്ചയിക്കാൻ ശ്രമിക്കുന്നുവോ, അതിനനുസരിച്ചിരിക്കും ആ പണം നമുക്ക് കിട്ടുകയോ നമ്മുടെ പ്രതിസന്ധിക്ക് അത്രയെങ്കിലും അയവ് വരികയോ ചെയ്യുക. അതിന് സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ യൂണിയനുകൾ പറയുന്നത് പോലെ അവരുടെ കൂടെ,
അവരെ പിൻപറ്റി നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ 5000 കോടിയും നമുക്ക് ലഭ്യമായില്ല എന്ന് വരാം. നമ്മുടെ ഇലക്ട്രിസിറ്റി നഷ്ടം, അതായത് പ്രസരണത്തിലെ 22% നഷ്ടം ഇതുപോലെ തന്നെ തുടരും. നമ്മളതിന് കേരളത്തിലുള്ളവർ ഇവിടുത്തെ ലേബർ മിലിറ്റൻസി എന്ന ഒറ്റ കാരണം കൊണ്ട് ഇത്തരം നഷ്ടങ്ങളൊക്കെ സഹിക്കാൻ അർഹതപ്പെട്ടവരാണ്.